ഹരിപ്പാട് CBC വാര്യർ പുരസ്കാര സമർപ്പണ ചടങ്ങിന്റെ വേദിയിൽ നിന്ന് ജി സുധാകരൻ ഇറങ്ങിപ്പോയി. പരിപാടി വൈകിയതിൽ ക്ഷോഭിച്ചാണ് ഇറങ്ങിപ്പോയത്. 10 മണിക്ക് തുടങ്ങേണ്ട പരിപാടി 11 മണിയായിട്ടും തുടങ്ങിയിരുന്നില്ല. പുരസ്കാര സമർപ്പണത്തിനായാണ് ജി സുധാകരൻ അവിടേക്ക് എത്തിയിരുന്നതും. നിഷ ദിലീപ് ചേരുകയാണ്. നിഷ, വിശദാംശങ്ങൾ. CPM നിയന്ത്രണത്തിലുള്ള ഹരിപ്പാടുള്ള CBC വാര്യർ ഫൗണ്ടേഷന്റെ അനുസ്മരണ പരിപാടിയിൽ പുരസ്കാര വിതരണത്തിനെത്തിയതായിരുന്നു മുൻ മന്ത്രിയും മുതിർന്ന CPM നേതാവുമായ ജി സുധാകരൻ. ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്തിന്റെ കാര്യത്തിലൊക്കെ കണിശക്കാരനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൃത്യസമയത്ത് 10 മണിയായിരുന്നതിന് സമയം പറഞ്ഞിരുന്നത്. 10 മണിക്ക് തന്നെ അദ്ദേഹം ആലപ്പുഴയിൽ നിന്നും ഹരിപ്പാടെത്തി. 11 മണിയായിട്ടും ഈ പരിപാടി തുടങ്ങിയില്ല. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കേണ്ട CPM ജില്ലാ സെക്രട്ടറി R നാസറും ഒപ്പം തന്നെ പങ്കെടുക്കേണ്ട മന്ത്രി സജി ചെറിയാനും ഒന്നും ആ സമയമായിട്ടും എത്തിയിരുന്നില്ല. ആ കാര്യം സുധാകരൻ സംഘാടകരോട് പറയുകയും തുടർന്ന് വേദി വിട്ട് ഇറങ്ങി പോവുകയുമായിരുന്നു. പരിപാടി തുടങ്ങാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇറങ്ങിപ്പോയത്. CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത അടക്കമുള്ള ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുക്കാനായി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. മന്ത്രി സജി ചെറിയാനും CPM ജില്ലാ സെക്രട്ടറി R നാസറും ഒന്നും 11 മണിയായിട്ടും എത്തിയിരുന്നില്ല. ഈ സമയത്തിന്റെ കാര്യത്തിലൊക്കെ കൃത്യതയുള്ള ആളായതുകൊണ്ട് തന്നെ അദ്ദേഹം ക്ഷുഭിതനായി ഈ സംഘാടകർ പറഞ്ഞിട്ട് നിൽക്കാതെ പോവുകയാണ് ഉണ്ടായത്. ഇതിൽ പിന്നീട് ഒരു വിശദീകരണം ആരെങ്കിലും നൽകുകയുണ്ടായോ നിഷ? നമുക്ക് ഇതിനെക്കുറിച്ച് ഈ പരിപാടി സംഘടിപ്പിച്ചവരോ അല്ലെങ്കിൽ ജി സുധാകരനോ അല്ലെങ്കിൽ ആരെങ്കിലും പ്രതികരിച്ചുവോ? ജി സുധാകരൻ പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന് ചാരുമൂട്ടിൽ 12 മണിക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നു. നേരത്തെ, അതായത് ഈ CBC വാര്യർ ഫൗണ്ടേഷന്റെ പരിപാടിക്ക് മുമ്പ് തന്നെ അതിന് പങ്കെടുക്കാമെന്ന് ഇട്ടിരുന്നതാണ്. അത് നേരത്തെ തീരുമാനിച്ച പരിപാടിയാണ്. 11 മണിയായിട്ടും ഈ ഹരിപ്പാട്ടെ പരിപാടി തുടങ്ങിയെങ്കിൽ അദ്ദേഹത്തിന് ആ സമയത്ത് കൃത്യസമയത്ത് ചാരുമൂട്ടിൽ എത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് താൻ അവിടെ നിന്നും ഇറങ്ങിയതെന്നാണ് ജി സുധാകരൻ നൽകുന്ന വിശദീകരണം.